ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിത വിജയത്തിൻ്റെ നിദാനം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നമുക്ക് നൽകി എന്നതാണ്. എല്ലാ അനാഥത്വങ്ങളും അവസാനിച്ച് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായ മാതൃക, ഉസ്വത്തുൻ ഹസന എന്നാണ് വിശുദ്ധ ഖുർആന്റെ പദപ്രയോഗം. സമ്പൂർണമായ മാതൃക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കുണ്ട്. മാത്രമല്ല, ഇനിയൊരു പ്രവാചകൻ വരില്ല എന്നത്, ഇനിയൊരു വേദഗ്രന്ഥം വരില്ല എന്നത് നമ്മുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസം. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിം സമുദായം ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയേ ഇല്ല. കാരണം തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിടച്ചു പോവുകയില്ല. വല്ലാത്തൊരാശ്വാസമാണ്. പ്രവാചകനില്ലല്ലോ, 1400 വർഷം കഴിഞ്ഞല്ലോ, എന്തെല്ലാം ഫിത്നകൾ ഉണ്ടാകാം. പക്ഷേ ആ ഫിത്നകളിൽ പരലോകത്തെ ആഗ്രഹിക്കുന്ന റബ്ബിനെ കൂടുതലായി ഓർക്കുന്ന സത്യവിശ്വാസികൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അതനുസരിച്ചുള്ള സമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക, എന്നെ നിങ്ങൾ പിന്തുടരുക. അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ, നമ്മുടെ പരലോകമോക്ഷം സാധിച്ചെടുക്കാൻ നമുക്കുള്ള മാർഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക. അതെന്താ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക? മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതാണ് കാരണം. നിങ്ങളുടെ സഹോദരൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, റബ്ബിങ്കിൽ നിന്നുള്ള വഹി അനുസരിച്ചാണ്. ദീനായി റസൂലുള്ള പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തഖ്ലീദ്, അന്ധമായി അനുകരിക്കാം. ആരെ? നബി കരീം സല്ലല്ലാഹു അലൈഹി. ഒരു ചോദ്യവുമില്ല. ഖുർആനാണോ, അടുത്തത് സ്വഹീഹായ ഹദീസാണോ, ആ ഹദീസിന്റെ പരമ്പര റസൂലുള്ളയിലേക്ക് എത്തിയിട്ടുണ്ടോ എങ്കിൽ സമിഅനാ വ അതഅനാ, ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കുന്നു. കാരണം വഹി എന്ന്, ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വഹയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് സർവ്വ ഹദീസുകളും എന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളയെ സ്നേഹിക്കുക, അവിടുത്തെ ആദരിക്കുക എന്നത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ കാര്യമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. റസൂലുള്ള കൊണ്ടുവന്നു എന്നൊരു കാര്യത്തെപ്പറ്റി മനസ്സിലായാൽ ഫഖുദൂഹു, അത് സ്വീകരിക്കുക. ഖുർആനാകട്ടെ ഹദീസാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഖുർആൻ നമുക്ക് ഓതി തന്നത് വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചക ശൈലിയിലുണ്ട്. എങ്കിൽ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. അവിടുന്നൊരു കാര്യത്തെ വിരോധിച്ചാൽ ഫൻതഹു, അത് നിങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ വിപാടനം നടത്തുക, ഒഴിവാക്കി കളയുക ജീവിതത്തിൽ നിന്നും. അപ്പൊ റസൂലുള്ള നിരോധിച്ചു എന്ന് പറഞ്ഞാൽ, അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവന് ന്യായങ്ങളില്ല. ലഹരിയുടെ ഇന്നത് ഉപയോഗിച്ചാൽ ഇന്ന ഗുണമുണ്ട് എന്ന് അവിടെയുണ്ടല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംർ. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം മദ്യമാണ്. അത് ഗ്ലാസ്സിൽ ഒഴിക്കുന്ന ദ്രാവക രൂപം മാത്രമല്ല. ലഹരി ഉണ്ടാക്കുന്നതാണോ അത് മദ്യമാണ്.
വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. ഇപ്പൊ ലഹരിയുടെ ലോകത്തെ മൊത്തം നിരോധിച്ചു കളഞ്ഞു. അവിടേക്കുള്ള സർവ്വ പാലങ്ങളും അടച്ചു കളഞ്ഞു. ഇനി അങ്ങോട്ട് പ്രവേശനമേ ഇല്ല. അതാണ് ലഹരിയുടെ വിഷയത്തിൽ. ഇങ്ങനെ ഏതൊരു കാര്യത്തിൽ പലിശ അത് പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ പലിശയുടെ മുകളിൽ വേറെ ചർച്ച നടത്തി, അങ്ങോട്ട് ചർച്ച നടത്തി, ഇങ്ങോട്ട് ചർച്ച നടത്തി. ജീവിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ തിരിച്ചു മരിക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വിഷയം ജീവിക്കണ്ടേ, നമുക്ക് ജീവിച്ചു പോകണ്ടേ ഇങ്ങനെ ഇസ്ലാമൊക്കെ അംഗീകരിച്ചാൽ? അപ്പൊ തിരിച്ചു ചോദിച്ചു ആ മരിക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ ബറക്കത്താണ് പ്രധാനം. ബിസിനസ് വാനോളം ഉയരാം, പക്ഷേ ഇത്തിരി സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ അടയ്ക്കേണ്ട അടവിനെക്കുറിച്ചും ബാങ്കിലെ ആ ബാധ്യതയെക്കുറിച്ചും ആലോചിച്ച് കൊട്ടാരത്തിൽ AC-യിൽ വിയർത്ത് കിടന്നിട്ട് എന്താ കാര്യം? സമാധാനമാണ് പ്രധാനം, ബറക്കത്താണ് പ്രധാനം. അതുകൊണ്ട് പലിശ പാടില്ല എന്ന് പറഞ്ഞത് അക്കാലഘട്ടത്തിലല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യമാണ്. ലോകം ഇന്ന് അനുഭവിക്കുന്ന, നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന, നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നത്തിന്റെ മർമ്മം എന്ത്? എല്ലാ ധനകാര്യമന്ത്രിമാരും പറയും പലിശ. അതാണ് ഓരോ പൗരനും കടപ്പെട്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിന്നും അതിനെ മാറ്റി നിർത്തുക വഴി ഈ ലോകത്തും അതിലുപരി മരണത്തോടുകൂടി ആരംഭിക്കുന്ന നമ്മുടെ പരലോക ജീവിതത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മറ്റൊന്ന്, ശരീഅത്ത് എന്ന നിലക്ക് അഥവാ ഇസ്ലാമിലെ നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നുള്ള നിലക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ അതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ ചോദിച്ചു, ഞങ്ങളുടെ സ്വത്ത് ഓഹരി വെക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഒരു ചർച്ച വന്നു. ഞങ്ങൾ 5 മക്കളാണുള്ളത്, 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും, എല്ലാവർക്കും സമാസമം ഓഹരി വെച്ചാലോ എന്നൊരു പുതിയാപ്പിള ചോദിക്കുന്നു. എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ മറുപടി? സ്വത്ത് ഓഹരി വെക്കാൻ പോകുന്നു, ഉപ്പയുടെ സ്വത്ത് 5 ഭാഗമാക്കി മാറ്റി പെൺകുട്ടികൾക്കും ആൺകുട്ടികളും സമാസമം കൊടുക്കാം എന്നൊരു പുതിയാപ്പിള പറഞ്ഞിരിക്കുന്നു. അതിനുള്ള മറുപടി അത് പറ്റില്ല എന്ന് ഉറക്കെ സംസാരിക്കുക എന്നതാണ് ഒന്നാമത്തെ മറുപടി. അത് പറ്റില്ല. അതെന്താ? എനിക്ക് സ്വത്ത് കിട്ടാനല്ല, മറിച്ച് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു നൽകി. അനന്തരാവകാശ സ്വത്തെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇരട്ടിയും പെൺകുട്ടികൾക്ക് പകുതിയും. അതാണ് ശരീഅത്ത്. ശരീഅത്ത് സംരക്ഷിക്കണം. ശരീഅത്ത് സംരക്ഷണ ജാഥയിൽ പങ്കെടുത്താൽ മാത്രം പോരാ, ശരീഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റിട്ടാൽ മാത്രം പോരാ. ആ ശരീഅത്ത് സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമും പഠിപ്പിച്ചത് ശരിയൊന്നുമല്ല. എനിക്കും പോരട്ടെ, എൻ്റെ ഭാര്യ ഈ കൂട്ടത്തിൽ ഒരാളാ, ഇരട്ടി കിട്ടട്ടെ, അപ്പോൾ എനിക്ക് ഇത്ര ലക്ഷം അധികം കിട്ടും. ദീൻ അവിടെ കഴിഞ്ഞോ സഹോദരങ്ങളെ? അപ്പോൾ അവിടെ ആ ശരീഅത്തിനെ ഒരാളെ എന്നിട്ട് പറയാം, സംഗതി ഇതൊക്കെ ന്യായങ്ങളാകാം. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള നോട്ടവും എന്തഭിപ്രായം നമ്മളെക്കുറിച്ച് പറഞ്ഞാലും പ്രശ്നമില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് വെറുതെ പറയാനുള്ളത് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷ്യത്തിന്റെ ഭാഗമാണ് ശരീഅത്തിന്റെ സംരക്ഷണം. അപ്പൊ അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ഇരട്ടിയും പെൺകുട്ടികൾക്ക്, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും പുരുഷനാണ് എന്ന്. അതുകൊണ്ട് സാമ്പത്തിക ഉത്തരവാദിത്വം മുഴുവൻ പുരുഷനെ ഏൽപ്പിച്ചിട്ടാണ് സ്ത്രീക്ക് പകുതി സ്വത്ത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ശരീഅത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും സ്വന്തം കഴിക്കുക. ഞാനൊരു 1.5 മാസം ഇരിക്കാനാണ് വിചാരിക്കുന്നത്. ആരായി ഞാൻ? അവിടെ ശരീഅത്തിനെയാണ് തൊട്ട് കളിക്കുന്നത്. പ്രവാചകനോട് സ്നേഹമുണ്ടോ? ഇസ്ലാമിനോട് പ്രതിബദ്ധതയുണ്ടോ? 4 മാസവും 10 ദിവസവും കൃത്യമായി ഇരിക്കണം. അതാണ് ശരീഅത്തിന്റെ സംരക്ഷണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലേക്ക് പരിശോധിച്ചു നോക്കിയാൽ നാം പാലിക്കേണ്ട നിയമങ്ങളുണ്ടാവും, ഇസ്ലാമികമായി പാലിക്കേണ്ട നിയമങ്ങൾ. ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ സുന്നത്തുകൾ ജീവിപ്പിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അത് സമൂഹത്തിൽ ഏതെങ്കിലും എടുക്കപ്പെട്ടു പോകുന്നു എന്ന് വിചാരിക്കുക.
എങ്കിൽ അത് പുനഃസ്ഥാപിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അത് അത്ര നമ്മുടെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല, കുടുംബക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതുക. എങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച ആ സുന്നത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ പടച്ചവന്റെ പേരുച്ചരിക്കണം, അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം എന്ന് നമ്മൾ ഒരു ടെസ്റ്റ് ഇട്ടു. കുടുംബ ഗ്രൂപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്നെല്ലാവരും പറയണം. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്, പുതിയതൊന്നും ഉണ്ടാക്കിയതല്ല. ഉള്ള ഒന്ന് അശ്രദ്ധമായി പോകുമ്പോൾ അവിടെ അത് പുനഃസ്ഥാപിക്കുന്നു. ചില പള്ളികളിൽ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ആ മുഅദ്ദിനെ നോക്കിയിട്ടൊരാൾ ഇഖാമത്ത് കൊടുക്കും, ഒരു സെക്കൻഡ് ഒഴിവ് കൊടുക്കൂല. ബാങ്ക് കൊടുത്ത് ദുആ പൂർത്തിയാകുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു. അല്ല, അവിടെ ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് 2 റക്അത്ത് സുന്നത്തുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലപ്പോഴുമൊക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അപ്പോൾ ആ സുന്നത്ത് നടപ്പാക്കാൻ മഗ്രിബിന് പള്ളി കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞു, ഈ മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ ഇഖാമത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു സുന്നത്തില്ലേ, ഒന്ന് പഠിച്ചോട്ടെ. ആ സുന്നത്തുണ്ട് എങ്കിൽ ഒരു 7 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുത്താൽ മതി. ആ വ്യക്തി ആ പള്ളി കമ്മിറ്റിയിൽ എത്തി എന്നതുകൊണ്ട് അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള പദവി കിട്ടുകയാണ്. കാരണം ഒരു സുന്നത്ത് ആ മഹല്ലിൽ എടുക്കപ്പെട്ടു പോയപ്പോൾ ആ സുന്നത്തിനെ പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അത് മിനിറ്റ്സിൽ വന്നു, പള്ളിക്കപ്പറ്റി അന്വേഷിച്ചു, പണ്ഡിതോചിതമായി നോക്കുന്നത് പൂർണ്ണമായും ശരിയാണ്. അതോടുകൂടി അവിടുത്തെ ബോർഡിൽ ആ സമയം മാറ്റി. ഇങ്ങനെ എടുക്കപ്പെട്ടു പോകുന്ന സുന്നത്തുകൾ അല്ലെങ്കിൽ അശ്രദ്ധമായി പോകുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ ആ സ്ഥലത്തേക്ക് തന്നെ പുനഃസ്ഥാപിക്കുക എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിക്കാൻ ആഗ്രഹിക്കുക. നോക്കൂ, ആരോടൊപ്പം? നമ്മുടെ ആരുടെ പേരിൽ ഷഹാദത്ത് പറയുന്നുവോ, നമ്മൾ ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുവോ, സ്വലാത്ത് ചൊല്ലുന്നുവോ, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ റസൂലിനോടൊപ്പം നിൽക്കാനല്ല, ഒരു ദിവസം നിൽക്കാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ അവിടുത്തോടൊപ്പം സഹവസിക്കാൻ ആഗ്രഹിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെ റസൂലുള്ളയോടൊപ്പം സഹവസിക്കണമെങ്കിൽ ഒരിക്കൽ ഒരു സ്വഹാബി വിതുമ്പിക്കരയുകയാണ്, കുട്ടികൾ കരയുന്നത് പോലെ. റസൂലുള്ളാഹി എന്താണ് വിഷയം? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയോടൊപ്പം ഉപദേശങ്ങൾ കേൾക്കാൻ മുഖാമുഖം ഈ മദീന പള്ളിയിൽ ഞാൻ ഇങ്ങനെ അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് ദീന് കേൾക്കുന്നു, അങ്ങയോടൊപ്പം ജീവിക്കുന്നു. ഞാനും മരിച്ചു, അങ്ങും വഫാത്തായി, പരലോകത്തെത്തുമ്പോൾ അങ്ങൊക്കെ വലിയ സ്ഥാനത്താവില്ലേ? അപ്പൊ ആ പരലോകത്ത് അങ്ങയോടൊപ്പം ഞാൻ എത്തിച്ചേരുമോ എന്നാലോചിച്ചിട്ട് കരഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് എന്നോടൊപ്പം എത്താം, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. അഥവാ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമായി നീ പടച്ചവന് സുജൂദ് ചെയ്യ്, എങ്കിൽ നിനക്ക് എന്നോടൊപ്പം എത്താം. അപ്പോൾ സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കലാണ്. ചില ആളുകളൊക്കെ സുന്നത്ത് നമസ്കാരം എന്നൊക്കെ അതൊക്കെ റിട്ടയർ ആയിട്ട് ചെയ്യാനുള്ള കാര്യമാണ്, അതൊക്കെ സ്വസ്ഥതയുള്ള വേറെ പണിയൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാനുള്ളതാണ് എന്നത് ഒരിക്കലും ശരിയല്ല. ഷാബുൻ, ഒരു യുവാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ തണൽ, ഒരു തണലുമില്ലാത്ത ലോകത്ത് തണൽ ലഭിക്കുന്നതിനെ കുറിച്ച് ഒരു യുവാവ്, ആ യുവാവ് പടച്ചവനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിച്ചു. ആ രക്തത്തിളപ്പിൽ തിന്മയുടെ എവിടേക്കും പോകാനുള്ള സ്വാതന്ത്ര്യവും അവസരവും കിട്ടിയിട്ട് ആ തിന്മകളെ മാറ്റി നിർത്തി നന്മയുടെ ലോകത്തേക്ക് പോയ യുവാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണലിന് വിധേയമാകുമെങ്കിൽ സഹോദരങ്ങളെ, ഒരിക്കലും സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ, സുബഹിക്ക് മുമ്പുള്ള 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും യാത്രയിൽ ഫർള് തന്നെ ചുരുക്കാം. 4 ദുഹർ 2ഉം 4 അസർ 2ഉമാക്കാം. മഗ്രിബ് 3നോടൊപ്പം ഇശ 2ആക്കി ചുരുക്കാം. ഫർള് തന്നെ ചുരുക്കിയാൽ പിന്നെ അവിടെ സുന്നത്ത് ആവശ്യമില്ല. അത് യാത്രയുടെ പ്രത്യേക ആനുകൂല്യമാണ്. ചില ആൾക്കാർ പറയും, ഇവിടെ ഇഷ്ടംപോലെ സ്വസ്ഥത ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടിപ്പോൾ 2 മണിക്കൂറായി, 4 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ. മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച ഒരു അനുവാദം, ഒരു ഇളവ് നമ്മൾ സ്വീകരിക്കൽ, നമ്മളൊരു തിന്മ ഉപേക്ഷിക്കുന്നത് പോലെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അവിടെ രണ്ടും നിസ്കരിക്കല പടച്ചോന് ഇഷ്ടം. നമ്മൾ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് 4 നിസ്കരിക്കലല്ല. നമ്മുടെ ബുദ്ധിയല്ല ഇസ്ലാം.
നമ്മുടെ ചിന്തയല്ല ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ ഫർള് പോലും ചുരുക്കുകയാണ്. എങ്കിൽ സുന്നത്ത് യാത്രയിൽ ആവശ്യമില്ല. എന്നാൽ ആ യാത്രയിൽ സുന്നത്ത് ആവശ്യമില്ല എന്ന് പറയുമ്പോഴും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പുള്ള രണ്ടും ഉപേക്ഷിച്ചിട്ടില്ല. രാത്രി നമസ്കാരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. അല്ലാത്ത ആളുകൾ ഇപ്പൊ ദുഹർ വന്നാൽ ദുഹറിന് മുമ്പ് രണ്ടും 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ഫർള് പോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കൊണ്ട് നടന്ന 4 റക്അത്ത്. ആ ദുഹർ കഴിഞ്ഞാൽ റവാത്തിബിൽപ്പെട്ട 2 അല്ലാത്ത 2 4 റക്അത്ത് ദുഹറിന് ശേഷവുമുണ്ട്. അപ്പോൾ ദുഹർ സമാഗതമാകുമ്പോൾ 12 റക്അത്ത് നമസ്കാരം. എത്രമാത്രം സുജൂദുകളാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്. ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. വുളൂ ചെയ്താൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. അങ്ങനെയുള്ള സുന്നത്തുകൾ, അതേപോലെ തന്നെ ശുക്റിന്റെ സുജൂദുകൾ, അങ്ങനെ റബ്ബുമായി ഏറ്റവും അടുത്താൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസം നമുക്ക് ലഭ്യമാകും. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ ഫർളും സുന്നത്തും ഒക്കെ ആയിട്ടുള്ള അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മരണം വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകലാണ്. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധി സ്നേഹിക്കുന്ന ആദരിക്കുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യവും വിട്ടുപോകാതെ സമൂഹത്തിൽ അത് ഹയാത്താക്കൽ, അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമം വളരെ പുണ്യകരമാണെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണെന്നും നാം മനസ്സിലാക്കി. ഇതിന്റെ നേർവിപരീതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിലേക്ക് കൊണ്ടുവന്നാൽ അവർ ദീനിന്റെ ശത്രുക്കളായി മാറും, ദീനിൽ ഫസാദ് ഉണ്ടാക്കുന്നവരായി മാറും. അതും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പറയണം. ഒരാൾ പറയാം ഞാനത് 36 ആക്കുക, ഞാനത് 34 ചെല്ലാൻ പോവാണ്, അയാൾ ദീനിന്റെ ശത്രുവാണ്. അതെന്തിനാ 2 സുബ്ഹാനല്ലാഹ് അധികം പറഞ്ഞ ദീനിന്റെ ശത്രുവാ? അതെ, റസൂലുള്ള പഠിപ്പിച്ചതിന് ഞാൻ എതിർക്കുകയാണ്. റസൂലുള്ള 33 പഠിപ്പിച്ചത്, ഞാൻ 34 ചൊല്ലും, ഞാൻ 35 ചൊല്ലും എന്ന് പറയുമ്പോൾ അവിടെ ചൊല്ലുന്നത് ഒരു സുബ്ഹാനല്ലാഹയാണ്, പക്ഷേ അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരമുണ്ടാക്കുക. റസൂലുള്ളാഹിയെ എതിർക്കണമെന്നോ നരകത്ത് പോകുന്നൊന്നും ആഗ്രഹമല്ല. നമ്മളൊക്കെ പാവങ്ങളല്ലേ, എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണ്ടേ എന്ന് വിചാരിച്ചിട്ട് പുതിയ നോമ്പ്, പുതിയ സ്വലാത്ത്, പുതിയ ദിക്ർ, ഈ ചെല്ലുന്ന ആൾക്കാരുടെ വിശ്വാസം എന്താ? രക്ഷപ്പെട്ടു പോകണ്ടേ എന്നാണ് അവന്റെ വിശ്വാസം. അതിനാണ് ബിദ്അത്ത് എന്ന് എല്ലാ ഖുത്ബകളിലും എല്ലാ സംസാരങ്ങളിലും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു ബിദ്അത്തിൻ ദലാല. പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ലലാല, വഴികേടാണ്. മറ്റു റിപ്പോർട്ടിൽ കാണാം വകുല്ലു ലലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലിയിട്ട് നരകത്ത് പോവുക, നിസ്കരിച്ചിട്ട് നരകത്ത് പോവുക, നോമ്പ് നോറ്റിട്ട് നരകത്ത് പോവുക. എന്താ കാര്യം? ഇല്ലാത്ത നോമ്പ്, ഇല്ലാത്തൊരു കാര്യം മതത്തിൽ കൊണ്ടുവന്നു എന്നർത്ഥം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിലോ പ്രവാചക ചര്യയിലോ സഹോദരങ്ങളെ നമുക്കറിയാം 4 പവിത്ര മാസങ്ങളുണ്ട്. ആ പവിത്ര മാസങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ പഠിപ്പിച്ചില്ല. പവിത്ര മാസങ്ങൾ 4 എണ്ണുമ്പോൾ അതിൽ റബീഉൽ അവ്വൽ ഇല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇന്ന ഒരു കാര്യം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല, തിരു ഹദീസിൽ എവിടെയുമില്ല. ഏറ്റവും അവസാന കാലഘട്ടത്തിൽ വന്ന മഹാന്മാരായ ഇമാമിങ്ങൾ, മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ധാരാളക്കണക്കിന് കിതാബുകൾ, അൽ ഉമ്മ് പോലെയുള്ള പ്രസിദ്ധമായ കിതാബ്, ഒരു വരി
റബീഉൽ അവ്വൽ 12 ദിവസം റസൂലുള്ള ജനിച്ച ദിവസം നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് ഈ ഇമാമിങ്ങളിൽ ആരെങ്കിലും ഒരു വരി പോലും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിവരമുള്ളവർ പറയും അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ കിതാബിലൊന്നുമില്ല, അല്ലാണ്ട് റസൂലിന്റെ കാലത്തുമില്ല. പിന്നെ മദ്ഹ് നല്ലതല്ലേ, റസൂലുള്ളാഹിന്റെ പേര് ഒരു മദ്ഹ് നല്ലതല്ലേ? ഇത് മദ്ഹ് നല്ലതാണ് എന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ല, സ്വഹാബാക്കൾക്ക് അറിയില്ല മദ്ഹ് നല്ലതാണെന്ന്. എന്നിട്ട് എന്റെ റസൂലുള്ള ജനിച്ച ആ ദിവസം ഒരു എക്സ്ട്രാ കാരക്ക് അവർ കൊടുത്താൽ ഈ കണ്ണൂർ ജില്ല മുഴുവൻ നമുക്ക് ബിരിയാണി കൊണ്ട് അലങ്കരിക്കാമായിരുന്നു ആൾക്കാർക്ക്. ഒരു കാരക്ക കഷ്ണം അതിന്റെ പേരിൽ കൊടുത്താൽ മതിയായിരുന്നു. ഇല്ല സഹോദരങ്ങളെ, അതുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യം പ്രവാചക സ്നേഹം എന്നത് ബോധമുള്ള മുഴുവൻ സമയത്തും നമുക്ക് ബോധമുണ്ടോ അപ്പൊ പ്രവാചക സ്നേഹം ഉണ്ടാകണം. എന്താ, ഉറക്ക് തെളിയുമ്പം നമുക്ക് ബോധം വന്നു, പ്രശ്നം ഏതോ നിസ്കാരം നഷ്ടപ്പെട്ടു പോയോ, അതാ സ്നേഹം. ഓ ജമാഅത്ത് പോയല്ലോ, ഞാൻ നിസ്കരിക്കട്ടെ, അതാണ് സ്നേഹം. അപ്പോ ആ നിലക്ക് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളിലും എല്ലാ മിനിറ്റുകളിലും സെക്കൻഡുകളിലും ഒരു വിശ്വാസിയോടൊപ്പം ഉണ്ടാകേണ്ട കാര്യമാണ് പ്രവാചക സ്നേഹം. ഇനി സഹോദരങ്ങളെ, ബലി പെരുന്നാൾ, ചെറിയ പെരുന്നാൾ എല്ലാവർക്കും അറിയാം. ഇന്നും മദ്രസയിലാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ രണ്ടാകുന്നു. ഒന്ന് ബലി പെരുന്നാൾ, രണ്ട് ഇന്നും നമ്മുടെ മദ്രസയിൽ എല്ലാ മദ്രസയിലും അഹ്ലുസുന്ന അംഗീകരിക്കുന്നില്ല. മൂന്നാമതൊന്ന് ഇസ്ലാമിലെ ആഘോഷങ്ങൾ മൂന്നാകുന്നു എന്ന് വേറെ ചില ആൾക്കാർ ലേഖനം എഴുതി എന്നല്ലാതെ പാഠപുസ്തകത്തിലൊന്നും ഇതുവരെ ഇത് പറയുന്നത് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബലി പെരുന്നാൾ, ഒരാൾ ചോദിക്കാണ്ട് ബലി പെരുന്നാളുടെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, ചെറിയ പെരുന്നാളിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? നമുക്ക് മണിമണി പോലെ പറയാൻ പറ്റും. അന്ന് കുളിക്കണം, പുതിയ ഡ്രസ്സ് ഇടണം, അന്ന് തക്ബീർ ഏതുവരെ വേണം, തക്ബീർ എപ്പോൾ അവസാനിക്കണം, ബലി പെരുന്നാളിനാണെങ്കിൽ ബലിമൃഗത്തെ അറക്കണം, ബലിമൃഗത്തിന്റെ വയസ്സ് എത്രയായിരിക്കണം, അറക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം, മാംസം ആർക്ക് കൊടുക്കണം. ചെറിയ പെരുന്നാളാണെങ്കിൽ ആളുകൾ നിസ്കാരത്തിന് പോകും മുമ്പ് ആ ഫിത്ർ സക്കാത്തിന്റെ ധാന്യം പാവപ്പെട്ട അർഹരുടെ വീടുകളിൽ എത്തിക്കണം. അന്നൊരു പ്രത്യേക നമസ്കാരമുണ്ട്, 2 റക്അത്താണ് നിസ്കാരം. ഒന്നാമത്തെ തക്ബീറിൽ 7 രണ്ടാമത്തിൽ 5 തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. നബിദിനത്തിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് എഴുതട്ടെ. 1 2 എന്ന് പറയൂ. എന്താണ് ചെയ്യുന്നത്? അന്ന് കുളിക്കണോ? അന്ന് പള്ളിയിൽ പോകണോ? അന്ന് കുറച്ച് കുട്ടികൾ ഇങ്ങനെ മദ്രസയിൽ ഒരു കൊടിയും പിടിച്ച് നടക്കല? എന്താ വേണ്ടത്? എവിടെയും ഇല്ല. ഇസ്ലാം ഒരു ആഘോഷം പഠിപ്പിച്ചാൽ ആ ആഘോഷത്തിന്റെ വിശദാംശങ്ങൾ മുഴുവനും ഇസ്ലാം പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഷിയാക്കളിലെ കറാമിത്തുകൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ ഏർപ്പാട് ലോകത്താദ്യമായി തുടങ്ങിയത്. അവരുടെ സൈറ്റുകളിലേക്ക് പോയാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നതിനേക്കാളും വിശദമായിട്ടുള്ള ഈരടികൾ ഷിയാ ലോകത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 3 ഖലീഫമാർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഈ 3 ഖലീഫമാർ മുർത്തദ്ദികളാണ്, മതത്തിന് പുറത്താണ്, കാഫിറുകളാണ്, നഊദു ബില്ലാഹ് എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. ബാങ്കിൽ അശ്ഹദു അന്ന അലിയുൻ വലിയുള്ള എന്ന് കൂട്ടിച്ചേർത്തവരാണവർ. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല എന്ന് വ്യക്തമായി എഴുതി വെച്ചവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കളാണ് ലോകത്താദ്യമായി നബിദിനാഘോഷം എന്നൊരു ഏർപ്പാട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ധാരാളം മൗലിദുകളുണ്ട്. ഷറഫുലന മൗലിദ് ഉണ്ട്, അതേപോലെ തന്നെ മങ്കൂസ് മൗലിദ്. ഇതിലേതെടുത്തു നോക്കിയാലും ഉദാഹരണം ഷറഫുലന മൗലിദിൽ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളിലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നസീർ ഫഅഗിസ്നി വഅജിർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തുൽ ഉമൂർ. നമുക്ക് എന്ത് മനസ്സിലായി? കാര്യപ്പെട്ട എന്തുവാണ് ഈ പറയുന്നത് മാത്രം അറബി വാചകങ്ങൾ കേട്ടപ്പോ. എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുകയാണ്, റസൂലുള്ളയെ പൂജിക്കുകയാണ്. അബ്ദുക്കൽ മിസ്കീൻ യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു. ഫളിലക്കൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ മഹത്തായ ഫളിൽ നിന്ന് എനിക്ക് നൽകണമേ. ഇന്ന് ഓതിയ സൂറത്തുൽ കഹ്ഫിൽ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് കിതാബ് നൽകിയ അല്ലാഹുവിന് സ്തുതി. സൂറത്ത് കഹ്ഫ്. തന്റെ അടിമക്ക് റസൂലുള്ളാഹിക്ക് കിതാബ് നൽകിയ അള്ളാഹ്ക്ക് സ്തുതി. അപ്പൊ റസൂലുള്ള ആരാ? അള്ളാന്റെ അടിമ. എവിടെ പറഞ്ഞു? ഒന്നെടുത്തിട്ട് എന്താ പറഞ്ഞത്? അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും. മൗലിദിലോ അബ്ദുക്കൽ മിസ്കീൻ യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു, റസൂലുള്ളയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു. എന്ത് കിട്ടാൻ? ഫദ്ൽ കിട്ടാൻ. ഖുർആൻ പറയുന്നു ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാകുന്നു. ഫദ്ൽ ചോദിക്കേണ്ടത് ആരോടാ? റബ്ബിനോട്. ഇങ്ങനെ വളരെ വ്യക്തമായി
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റസൂലുള്ളയെ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മൗലിദ് കിതാബുകളിൽ അങ്ങനെ ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം അവരെഴുതി വെച്ചത് വായിച്ചാൽ നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ലേ. ഇന്ത്യയിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് പൗരത്വം വേണോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊരു മൗലീദ്, അതിന്റെ അർത്ഥം എന്താ? നമുക്ക് പൗരത്വം കിട്ടിയിട്ട് ഈ റസൂലുള്ളയെ ആരാധിക്കുന്ന വരി ചൊല്ലിയ പരലോകത്തെത്തിയ പൗരത്വം ഉണ്ടാവോ? സ്വർഗത്തിലെത്തുവോ? മുഹമ്മദ് നബിയെ, നീ തന്നെ അള്ളാഹുവിൽ പങ്കുചേർത്താൽ നിന്റെ അമലുകൾ ബാത്തിലായി പോകും. നീ നഷ്ടക്കാരുടെ, നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോൾ ഏറ്റവും പ്രധാനം പരലോക ജീവിതമാണ്. ആ പരലോക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു കളങ്കവും ഉണ്ടാകരുത്. മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ വിധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ ഭൗതിക പ്രശ്നങ്ങളിലുമുള്ള പരിഹാരം നമ്മുടെ അഖീദ ശരിയായാൽ പടച്ചോൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയക്കാട് മാറ്റിവെച്ച് മരിച്ചിട്ട് സ്വർഗത്തിലോ നരകത്തിലോ എവിടെയെങ്കിലും എത്തട്ടെ, അത് ശരിയായ ചിന്തയാണോ? നമുക്ക് ഇവിടെ ഉഷാറായി ജീവിച്ചാൽ മതി, ഇവിടെ നമ്മുടെ കാര്യമൊക്കെ പരിഹരിച്ചാൽ മതി. നേരെ തിരിച്ചാണ്. ഇവിടുത്തെ പ്രശ്നവും പരിഹരിക്കണം, അതിലുപരി മരണാനന്തര ജീവിതമാണ് ഏറ്റവും വലിയ ബൂമറാങ് പോലെ വന്നല്ലോ. ഇപ്പൊ എവിടെ എത്തി? ജനാധിപത്യ സമൂഹം ഒന്നിച്ച് വോട്ടാകുന്ന ആയുധം ഉപയോഗിച്ചപ്പോൾ എല്ലാ കാറ്റും പോയി. അത്രയൊക്കെ ഇതൊക്കെയാണ് പടച്ചോന്റെ ഇടപെടലുകൾ. എന്നാൽ അതിന്റെ അടുക്ക് കുറച്ച് ആൾക്കാരിവിടെ മരിച്ചുപോയില്ലേ? അവരെ ഒരു ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലും ആ വിശ്വാസത്തിലുമാണ് മരണപ്പെട്ടതെങ്കിൽ അവരിവിടെ പൗരത്വത്തിന്റെ പ്രശ്നമൊക്കെ ഏകദേശം കഴിഞ്ഞു. പക്ഷെ അവരുടെ ഖബറിൽ ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒരിക്കലും നമ്മൾ നിസ്സാരമാക്കരുത്. അതുകൊണ്ട് ഈ മൗലിദ് ചടങ്ങുകളിൽ നമുക്ക് പങ്കെടുത്തുകൂടാ, അത് നമുക്ക് ചൊല്ലിക്കൂടാ. ആ മൗലിദിലേക്ക് സ്വന്തം കടുത്ത് പണമില്ലാത്തവർ പോലും നേർച്ചയാക്കുന്ന ഒരു കുട്ടൻ എന്റെ വക, ഒരു കുട്ടൻ എന്റെ വക, പൈസ ഉണ്ടായിട്ടല്ല, അള്ളാന്റെ റസൂലിന്റെ പേരിലല്ലേ നേർച്ച നേരെയാണ്. നേർച്ച ഇബാദത്താണ് സഹോദരങ്ങളെ, നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് പടച്ചോന് മാത്രമേ പറ്റുള്ളൂ, റസൂലുള്ളാഹിക്ക് നേർച്ച പറ്റില്ല. അപ്പോ ആ നേർച്ച ഭക്ഷണം അത് നമുക്ക് തിന്നാനും പറ്റില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കി നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇല്ലാത്തൊരാഘോഷത്തിന്റെ പേരിലുള്ള ഭക്ഷണം നമുക്ക് കഴിച്ചുകൂടാ. അതുമായുള്ള ഒരു സഹകരണവും നമുക്ക്, ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ ഇസ്ലാം, അങ്ങനെ ആയതുകൊണ്ട് കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാകും. കാരണം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചക സ്നേഹം, റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ എന്നതാണ്. സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഇല്ലാത്ത കാര്യങ്ങൾ നോക്കൂ. റസൂലുള്ളയുടെ കാലമായിരുന്നെങ്കിൽ സ്വഹാബത്തിന്റെ അവർ പറഞ്ഞു കൊടുക്കായിരുന്നു, ഇതൊന്നും ഇല്ലാത്ത. ഇന്ന് ആരാ പറഞ്ഞു കൊടുക്കുക? നമ്മൾ അതൊന്നും മിണ്ടാൻ പോകണ്ട, ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട എന്ന് നമ്മളെല്ലാവരും കരുതിയെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം ഓരോരുത്തർക്ക് തോന്നിയതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. അത് പറ്റില്ല. എന്താണോ തെളിമയാർന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പൂർണ്ണമാക്കി പോയത്, ആ ഇസ്ലാം അനുസരിച്ച് നാം ജീവിക്കണം, നമ്മുടെ കുടുംബം ജീവിക്കണം, നമ്മുടെ സമൂഹത്തെ അങ്ങോട്ട് എത്തിക്കുവാനുള്ള വ്യക്തമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അത് ദീനിന്റെ ഇഖാമത്തുദ്ദീൻ, ദീന് നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. നമ്മളും നമ്മുടെ മക്കളും റസൂലുള്ളയെ പൂജിക്കുന്ന, ആരാധിക്കുന്ന ഇത്തരം ഈരടികളോടൊപ്പം നമ്മൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരാഘോഷം ഇപ്പോൾ നടന്നു വരുന്നു. ഭാഗവതത്തിൽ വളരെ കൃത്യമായതിന്റെ പ്രമാണം പറയുന്നുണ്ട്. ചിങ്ങമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസം, ആ അവതരിച്ച ദിവസം വാമനമൂർത്തിയെ ആരാധിക്കുക എന്നതാണ് ഓണത്തിന്റെ അഖീദ. ഓണത്തിനൊരു അഖീദുണ്ട്, ആ അഖീദ അതാകുന്നു. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയെ വീട്ടിലേക്ക്, സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വാമനമൂർത്തിയായി വന്നു എന്നത് അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദീനിയായ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്താനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന വിശ്വാസിനികൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ കണ്ണൂരിൽ അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ടെൻഷൻ അകറ്റുന്നതിന് പരിഹാരം ദീനാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രൊഫൈസ് എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാന സംഗമത്തിലേക്ക് ഇരിട്ടി പ്രദേശത്തുള്ള ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി അവിടെ ആളുകളെ വിളിച്ചുകൂട്ടുകയും അവർക്ക് ഉത്ബോധനം നടത്തുകയും ചെയ്ത് തൻ്റെ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ശ്രീകണ്ഠാപുരത്ത് വെച്ച് മദ്യപിച്ച് ലക്ക് കെട്ടുകൊണ്ടുവരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കാറിടിച്ച് തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി. സഹോദരങ്ങളെ, ആ വ്യക്തി അന്ന് മഗ്‌രിബിന് മുമ്പേ പുറപ്പെട്ടത് എന്തിനായിരുന്നു? ഏതു മാർഗത്തിലായിരുന്നു? അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീൻ ഇരിട്ടി പ്രദേശത്തുള്ള പ്രൊഫഷണൽ ആളുകൾ, അവരുടെ ഡോക്ടേഴ്സിനെ പോയി കാണണം, എഞ്ചിനീയേഴ്സിനെ പോയി കാണണം, എന്നിട്ട് അവരോട് കുടുംബസമേതം നായനാർ പാർക്കിൽ എത്താൻ പറയണം എന്നൊക്കെ അവരെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 5 മക്കളും